നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. സുപ്രീം കോടതിക്കെതിരെ വിമർശനവുമായി കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി വിധിക്കെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി കടന്നുകയറ്റമാണ് എന്നും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർലമെന്റാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വിഷയം തമിഴ്നാട്ടിലേതുപോലെ അല്ല എന്നും അദ്ദേഹം പറയുന്നു. അത് വ്യത്യസ്തമായ കാര്യമാണ്. ഗവർണർക്ക് ബില്ലുകൾ തീർപ്പാക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ നിരീക്ഷണം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ കോടതി പറയുന്നത് ഗവർണർ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് ചെയ്യണമെന്നാണ്. അങ്ങനെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയം കേട്ട ബെഞ്ച് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതായിരുന്നു എന്നും അവർ ചർച്ച ചെയ്ത വിഷയം ഭരണഘടനാ വിഷയമായിരുന്നു എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ബില്ലിന് അംഗീകാരം നൽകാൻ ഗവർണർക്ക് ഭരണഘടന ഒരു സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ സുപ്രീം കോടതി 1 മാസമോ 3 മാസമോ ആകട്ടെ സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ ഭേദഗതിയായി മാറുന്നു. ഭരണഘടനാ ഭേദഗതി കോടതിയാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനാണ് എന്നും അദ്ദേഹം ചോദിച്ചു. ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താനുള്ള അവകാശം പാർലമെന്റിനാണ്. ഭേദഗതി അനുകൂലിച്ച് നിങ്ങൾക്ക് മുന്നിൽ 2 ഭൂരിപക്ഷം വേണം. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണോ ഭരണഘടനാ വ്യവസ്ഥയുടെ വിധി തീരുമാനിക്കുന്നത്? ഇവിടെ ജുഡീഷ്യറിയുടെ അതിരു കടന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു നിശ്ചിത സമയപരിധി ഉണ്ടായിരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നും ഗവർണർ പറയുന്നു. തമിഴ്നാട് ഗവർണർക്ക് ബില്ലുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. വ്യത്യസ്ത കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ കെട്ടിക്കിടക്കുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. അതിന് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ചില കാരണങ്ങളുണ്ടെങ്കിൽ ഗവർണർക്കും ചില കാരണങ്ങളുണ്ടാകാം. അത് അംഗീകരിക്കണം. ഒരു സമയപരിധി വേണമെന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പാർലമെന്റിലൂടെ ജനങ്ങൾ അത് ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളത്തിലെ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ലെന്നും രാജ്ഭവനിലേക്ക് അയച്ച ബില്ലുകളെക്കുറിച്ച് ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയച്ചിരുന്നു. ഭരണഘടനയുടെ വ്യവസ്ഥകൾ പ്രകാരം രാഷ്ട്രപതി അനുമതി നിഷേധിച്ചിട്ടുണ്ട്. പ്രശ്നം അവിടെ അവസാനിച്ചു. നിലവിൽ രാജ്ഭവന് മുന്നിൽ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ല. അതേസമയം മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളത് എന്നും ഇതുവരെയും തങ്ങൾക്കിടയിൽ വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ വന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവ പരിഹരിക്കുകയും ചെയ്തു. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും പരിഹരിക്കേണ്ടതാണെന്നും എൻ്റെ വാദം. ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുക എന്നതാണ് ഏക ആവശ്യം. നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.